നബി തങ്ങളോട് തന്നെ നേരിട്ട് തേടുന്നവരാ ഞങ്ങൾ. ബദരീങ്ങളോട് തേടുന്നവരാണ് ഞങ്ങൾ. അതേ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരാണ് ഞങ്ങൾ. സംശയിക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഷാദ് അഹ്സനിയുടെ വാദം ഇതാണ്: അല്ലാഹു റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് തേടുന്നവരാണ്, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരാണ് എന്നാണ് പറയുന്നത്. അഥവാ പ്രാർത്ഥന അദ്വാഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അത് ആരാധനയാണ്. അപ്പൊ ആരാധന ആർക്കാണ് അർപ്പിക്കേണ്ടത്? അള്ളാഹുവിനോട്. അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആരാധന അള്ളാഹുവിന്റെ പങ്കുകാർക്ക് നൗഷാദ് കൊടുക്കുന്നത്. ഇപ്പൊ നൗഷാദും ഇതര മതസ്ഥരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് ചിന്തിച്ചാൽ അറിയാം. സംശയിക്കണ്ട. അതിനിപ്പോ ആർക്കാ സംശയം? നൗഷാദെ, നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നുള്ളിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ പറയും. മുസ്ലിങ്ങളെ എന്തെങ്കിലും ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഞങ്ങളെ മുൻഗാമികൾ എങ്ങനെ തേടിയിട്ടുണ്ട്. അതാണായാലും പെണ്ണായാലും നൗഷാദെ, എൻ്റെ മുൻഗാമികള് അങ്ങനെ തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇസ്ലാമിനെ തെളിവാക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ തെളിവ് അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ, റസൂലിന്റെ സ്വഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ തലീത്ത വെള്ളത്തൊപ്പ് കെട്ടുണ്ടല്ലോ, അതൊന്നും കഴിച്ചിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് ജാതി വർത്താനം പറഞ്ഞോടി. കളറ് ഫീഡിച്ചാരെ കണനീലത്തിന്ന് കബുകാബാൽ കൊന്നോവർ. കഫീലക്കാരരെ പെണ്ണിനെ കൊന്നപ്പോൾ പോലീസ് പീഡിച്ചിട്ട് ജയിലിലാകത്തിയോവർ. നിങ്ങൾ പറഞ്ഞ ആ കഥ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറയാൻ നല്ലത്. സിറാജുദ്ദീൻ ഓന്റെ പെണ്ണുങ്ങളെ മടവൂരിന് വേണ്ടി കൊന്നു. എന്നിട്ട് സിറാജുദ്ദീന് ആ പാവപ്പെട്ട പെണ്ണിനെ ആ കോലത്തിലാക്കിയിട്ട് സിറാജുദ്ദീൻ എന്ത് ചെയ്തു? ജയിലിലേക്ക് പോകേണ്ടി വന്നു. നിങ്ങൾക്ക് പറയാൻ നല്ലത്. അല്ലാതെ കള്ളന്മാർ വന്നപ്പോ കൊന്നോവർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്ത കഥ, ഉള്ള കഥ പറഞ്ഞ് എത്ര സംഭവങ്ങളാണ്. കാഫില അവരെ പിടിച്ചു, കള്ളന്മാർ ഒരു കച്ചവട സംഘമാണ്. ഇപ്പൊ നിങ്ങളാ പറഞ്ഞത് കള്ളമാലയാണ്. ഞാൻ നേരത്തെ പാടി തന്നത് ഒറിജിനൽ സത്യസന്ധമായ മാലയാണ്. സിറാജുദ്ദീൻ അവന്റെ പെണ്ണുങ്ങളെ കൊന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ജയിലിൽ പോയി എന്നുള്ളത്. അത് മടവൂരിന്റെ ശിഷ്യനായിട്ട് മടവൂരിന്റെ കറാമത്തും പറഞ്ഞ് നടന്നിട്ട് സ്വന്തം പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ നേരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാവാതെ പ്രസവിച്ചോട്ടെ കുഴപ്പമില്ല, ആ പെണ്ണ് ശ്വാസം മുട്ടിയിട്ടും ബ്ലീഡിങ് കൊണ്ടും കിടന്ന് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നോക്കി നിന്ന ആ കഴുകന്റെ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾക്ക് അർഹമായ ശിക്ഷനാണത്. പക്ഷെ അതിനപ്പുറത്ത് കിട്ടണം കേട്ടോ. ഈ ആ പാട്ട് പാടിക്കോ നിങ്ങൾ. സിറാജുദ്ദീനെയും ജയിലിൽ കാടത്തിയോവർ. കൊല്ലുമെന്നായപ്പോ നേരിട്ട് യാ ഗൗസൽ ആദം യാ അബ്ദുൽ ഖാദിർ ജീലാനി, അവര് ഹയാത്തിലുള്ള കാലം വളുവെടുത്ത് ഇങ്ങനെ വരുമ്പോ തന്റെ മെതിയടിയെടുത്ത് ഒരൊറ്റേറ ആ ഏറ് നേരെ കള്ളന്മാരെ തലയിലേക്ക് പോയി വീണു. പണ്ട് കാലത്ത് ബാലരമക്ക് പകരം വേറെ എന്തെങ്കിലും ബുക്ക് ഉണ്ടായിനോ എന്ന് അറിയില്ല, നമുക്കാർക്കും പരിചയമില്ല. അങ്ങനെ ഏതോ ബുക്ക് എടുത്ത് കണ്ടാണ് വലിയ വായിക്കണമെന്ന് കേട്ടാൽ തന്നെ തോന്നും. കള്ളന്മാരെടുത്ത് എറിഞ്ഞു, എവിടെയെന്ന് അറിയില്ല, അങ്ങോട്ട് എറിയാണ്. എറിഞ്ഞിട്ട് അത് കള്ളന്മാരെ തലയിൽ പോയി പതിച്ചു. ഒരു സാധനം എറിഞ്ഞപ്പോ തന്നെ ഉള്ള കള്ളന്മാരെ മൊത്തത്തിൽ തലമക്ക് വട്ടം കറങ്ങി പതിച്ചു. എന്തൊക്കെയാ ഇവര് പറയണറിയോ? ഇതൊക്കെ ആരോടെ പറയാൻ പറ്റുള്ളൂ? ഇങ്ങളെ മുന്നിലിരിക്കുന്ന അന്തം ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത വർഗത്തോടെ തന്നെ പറയാൻ പറ്റുള്ളൂ. കേരളത്തിലെ സമൂഹത്തോട്, സാക്ഷര സമൂഹത്തോട് ഈ ജാതി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. മടവൂര് ശൈഖുന് അങ്ങനെ തന്നെയാണ്. CP ഉസ്താദ് പറഞ്ഞില്ലേ, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോ കപ്പലിന്റെ മെഷീൻ കേടുവന്നു പോയി, കടലിന്റെ നടുവിൽ വെച്ച് എല്ലാരും ബേജാറായി. അവസാനം ശൈഖുനയെ വിളിച്ചു. അവിടത്തെ ഒരു മുഹിബ് ശൈഖുന തന്നെ വന്നു. ഭയപ്പെടണ്ട, അനൽ മുദബ്ബിർ, ഞാനില്ലേ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ആളായിട്ട്. ആ വിളിച്ചോനും ഒപ്പുണ്ടായിരുന്ന മനുഷ്യന്മാർക്കൊക്കെ തൻ്റെ ഉള്ളിൽ തലച്ചോറും. ഹജ്ജിന് പോയ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഈമാനും ഉണ്ടെങ്കിൽ പോലെ അപ്പം തന്നെ മനസ്സിലാക്കണ്ടേ, ഞാനില്ലേ നിങ്ങളെ നിയന്ത്രണം ഏറ്റെടുത്തവനായിട്ട് എന്നൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ മുഴുവട്ടാണെന്ന് മനസ്സിലാക്കണ്ടേ. ഈ നിയന്ത്രണം എല്ലാം അള്ളാഹിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ പരിധിയിലാണ് പെടുന്നത്. ഏത് മുസ്ലിമിനും അറിയാം. പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ലെന്ന്. ആ വെള്ളക്കുപ്പായും വെള്ള തരിക്കെട്ടൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിറ്റിക്കെട്ടികൾ ഇന്ന കുഴപ്പമില്ല. ഇന്നപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ നൗഷാദെ. നൗഷാദ് ഇപ്പം എന്താ വെച്ചാൽ പണ്ടെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച് ബുക്ക് എടുത്ത് വായിച്ചിട്ട് അതിമക്കണ് ഒപ്പിച്ച CM-ന്റെ കറാമത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് CM-ഉം അതുപോലെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നീട്ടി വലിച്ച, എന്നിട്ട് 2 മാല നൗഷാദൻ ഉണ്ടാക്കി പാടുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും വല്ല പിന്നെ തമിഴ്നാട്ടിലുള്ള അണ്ണന്മാർ എഴുതിയ കറാമത്തിന്റെ മാല എടുത്തിട്ട് അതുകൊണ്ട് വായിക്കുക. ഞാൻ അടുത്ത വേറെ വിധം കറാമത്ത് പറയണ കേട്ടോ നിങ്ങള്, അത് വേറെയാണ്. കേട്ടോ നോക്കി. കുറെ ഹൈറ്റുകൾ വരത്തിലത് ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല.
സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അവനാൻ എന്താണോ തോന്നുന്നത് അത് തൊള്ളിയിൽ വരുന്ന വിളിച്ച് പറയാന്നുള്ള സിസ്റ്റമാണ് ഇവർക്കുള്ളത്. അത് ഉസ്താദുമാർ ഒന്ന് പറഞ്ഞാല് ശിഷ്യന്മാർ 4 പറയും, ശിഷ്യന്മാർ 4 പറഞ്ഞ കേട്ടാല് ഉസ്താദുമാർ 8 പറയും. ഈ കോലത്തിൽ ഇങ്ങനെ പോകണം. അല്ലാതെ ഇസ്ലാമായിട്ട് ഒരു ബന്ധുതിനൊന്നുമില്ല. ഇവരിങ്ങനെ പറയാ, ആളുകൾ ഓല മുന്നിലുള്ള ആളുകൾ പൊട്ടന്മാരായതുകൊണ്ട് അത് കേട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ബദരീങ്ങളെ കാക്കണേ എന്ന് പിന്നെയും വിളിച്ചു. അതിന്റെ അടിയിൽ റബ്ബേ എന്ന് പറയണ്ട, അത് എന്തിനാന്ന് മനസ്സിലാണില്ല. കാരണം മുസ്ലിമായ മനുഷ്യന്മാർക്ക് അതിന്റെ ആവശ്യം ആകെ ഉള്ളത് അള്ളാനെ വിളിച്ചാന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്കില്ല. ഇവരെ പോലെ ബദരീങ്ങളെ മൊയ്തീൻ ഷേഖെ അല്ലെങ്കിൽ മടവൂരെ കുണ്ടൂരെ ഊനൂരെ ആർനാട് വിളിച്ചിന പരിപാടിയൊന്നും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. കണ്ണീരും മനസ്സലിവും ഇല്ലാത്ത ഈ ഒരു കരച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ആ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് പറയട്ടോ. ആർക്കെങ്കിലും ഒക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് വിടണ്ടി. അപ്പൊ ഈ ജാതി കറാമത്താണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. ഇതൊന്നും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. വെറുതെ പറയാ, കുറെ ആൾക്കാർ കരഞ്ഞു പറയാ, കുറെ ആൾക്കാർ ചാടി കളിച്ച് പറയാ. നൗഷാദൊക്കെ തന്താമരമെന്ന് പറയാന്നല്ലാതെ ഇതിനൊന്നും ഒരു തെളിവുണ്ടായിട്ടില്ല. നൗഷാദൊക്കെ പഠിച്ച് എന്തായി, ഖലീലുൽ ബുഖാരി എന്താ ഇക്കണത് മൂപ്പരിക്ക് തന്നെ അറിയില്ല. കാരണം ഇങ്ങനെയൊക്കെ കടലിന്റെ നടുവിന്ന് അള്ളാനെ വിളിക്കുക എന്നുള്ളതാണ് മക്ക മുശ്രിക്കീങ്ങൾ വരെ ചെയ്തിട്ടുള്ളത്. അവിടേക്ക് എത്തുമ്പോൾ മരണത്തോട് മുഖാമുഖം കാണുമ്പോൾ മുശ്രിക്കീങ്ങൾ വരെ എന്താ ചെയ്തിട്ടുള്ളത്, അതിന്റെ മുമ്പ് ലാത്തനെയും ഉദ്ദനെയും വിളിച്ച ആൾക്കാർ പടച്ചോനെ വിളിക്കുകയാണ്. കാരണം വേറെ രക്ഷയില്ലാന്ന് കാണുമ്പോൾ പടച്ചോൻ ഖുർആനിൽ പറയേണ്ടത്. എന്നിട്ട് അത് അവിടുന്ന് പുറത്തിറങ്ങി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ലാത്തനെയും ഉദ്ദനെയും വിളിക്കും. ഇവർക്ക് ഇപ്പം എവിടെയാണെങ്കിലും എന്താണ് ബദരീങ്ങൾ മതി. അപ്പൊ ആരാ ഓലിലാറെ ബെറ്റർ ആരാ, ഈ സമസ്തക്കാരിലാറെ ബെറ്റർ ആരാ? മക്ക മുശ്രിക്കീങ്ങൾ ഓൽക്ക് അള്ളാനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവർക്ക് അതുമില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഫിത്രിന്ന് അല്ലാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.